ഒരിക്കൽ വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ ഭക്ഷണശാലയുടെ മുന്നിലൂടെ നടന്നു പോകുകയായിരുന്നു. അവിടെ വലിയ ഒരു പാത്രത്തിൽ സ്വാദിഷ്ടമായ സൂപ്പ് തിളയ്ക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ മണം കേട്ടപ്പോൾ ആ പാവം മനുഷ്യന് വിശപ്പ് സഹിക്കാനായില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണങ്ങിയ ഒരു റൊട്ടിക്കഷ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ആ സൂപ്പിൻ്റെ മുകളിലിരുന്ന ആവിയിൽ തൻ്റെ റൊട്ടിക്കഷ്ണം ഒന്ന് കാണിച്ചു. എന്നിട്ട് ആ മണം ആസ്വദിച്ച് റൊട്ടി കഴിച്ചു. ഇത് കണ്ട ഭക്ഷണശാലയിലെ ഉടമ പുറത്തു വന്ന് ആ പാവം മനുഷ്യനെ പിടികൂടി. "നീ എൻ്റെ സൂപ്പിൻ്റെ ഗന്ധം മോഷ്ടിച്ചു. അതിനെനിക്ക് നീ പണം തരണം," ഉടമ ആക്രോശിച്ചു. ആ പാവം മനുഷ്യൻ്റെ കയ്യിൽ പണമൊന്നും ഉണ്ടായില്ല. ഒടുവിൽ അവർ വിധി തീർപ്പിനായി ഹോജയുടെ അടുത്തെത്തി. ഹോജ രണ്ടുപേരുടെയും പരാതി ശാന്തമായി കേട്ടു. അതിനുശേഷം ഹോജ തൻ്റെ കീശയിൽ നിന്ന് പണസഞ്ചി എടുത്ത് അത് ഉടമയുടെ ചെവിക്കടുത്ത് വെച്ച് നന്നായി കിലുക്കി. എന്നിട്ട് ഹോജ ഉടമയോട് ചോദിച്ചു, "ശബ്ദം കേട്ടില്ലേ? നിനക്ക് തൃപ്തിയായോ?" ഉടമ സന്തോഷത്തോടെ പറഞ്ഞു, "അതെ ഹോജ, പണത്തിൻ്റെ ശബ്ദം ഞാൻ കേട്ടു." അപ്പോൾ ഹോജ പണസഞ്ചി തിരികെ തൻ്റെ കീശയിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു, "ശരി, എങ്കിൽ കേസ് തീർന്നു. ഇവൻ നിൻ്റെ സൂപ്പിൻ്റെ ഗന്ധം ആസ്വദിച്ചു, നീ പണത്തിൻ്റെ ശബ്ദവും ആസ്വദിച്ചു. കണക്ക് തുല്യം." ഭക്ഷണശാലയുടെ ഉടമയ്ക്ക് മറുപടി ഒന്നും പറയാനായില്ല. ഹോജയുടെ ബുദ്ധിശക്തിയിൽ എല്ലാവരും അത്ഭുതപ്പെട്ടു.